ചിത്രത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രീനിവാസൻ സാറിനെ വിളിച്ചുകൊണ്ട് തന്നെ വിക്രം പറഞ്ഞതിന് എനിക്കിപ്പോൾ അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല സർ, അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഇവിടെ. സാർ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ ഇങ്ങനെ വിക്രം പറയുന്ന സമയത്തിന് ശ്രീനിവാസൻ സാർ പറയുന്നുണ്ട്, ശരിയടോ നിനക്ക് വരാൻ പറ്റില്ല എങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും വഴി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ ശ്രീനിവാസൻ സാർ കട്ട് ചെയ്യുന്നത്. എന്നാൽ വിക്രം ഒരിക്കലും പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വേദ അവിടെ കാവലിരിക്കുന്നുണ്ടാവും. ഈ സമയത്തിന് വിക്രം ആവട്ടെ എന്ത് ചെയ്യണം എന്ത് പറയണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആകെ അസ്വസ്ഥനായിക്കൊണ്ട് തന്നെ വിക്രമും അവിടെ റൂമിലിരിക്കുന്നുണ്ടാവും. അങ്ങനെ കുറെ അധികം കാത്തിരുന്നതിന് ശേഷം വിക്രം ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമായിരിക്കട്ടെ വേദ അവിടെ കിടക്കുന്നത്. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്ന സമയത്തിന് ആരോടും പറയാതെ സർപ്രൈസ് ആയിക്കൊണ്ടായിരിക്കട്ടെ മാഷും അച്ഛമ്മയും വീട്ടിലേക്ക് കയറി വരുന്നത്. പെട്ടെന്ന് അവരിങ്ങനെ കാറിൽ വന്ന് ഇറങ്ങുന്നത് കാണുന്ന സമയത്തിന് എല്ലാവർക്കും ഒരു ഞെട്ടലായിരിക്കും. അച്ഛമ്മയെ കണ്ട ഉടനെ വിനായക പറഞ്ഞിട്ട്, ഈശ്വര അമ്മിണി അച്ഛമ്മ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കുമെന്നൊക്കെ പറഞ്ഞ് വായും വിളിച്ച് അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുമായിരിക്കട്ടോ. ഇതും കണ്ടുകൊണ്ടതിന് ശ്രീജയും നന്ദിനി ഇങ്ങനെ ആകെ ഷോക്കേറ്റതുപോലെ നിൽക്കണം മുത്തശ്ശിയെ കണ്ടിട്ട്. എന്നാൽ മുത്തശ്ശിയെ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് വേദക്ക് ചിരിയാണ് വരുന്നത്. മുത്തശ്ശിയുടെ ആ ഒരു സ്റ്റൈലും ആ ഒരു പവറും ആ ഒരു നടത്തൊക്കെ കണ്ടിട്ട് വേദ ഇങ്ങനെ ചിരിച്ചുകൊണ്ടായിരിക്കട്ടോ മുത്തശ്ശിയെ നോക്കി നിൽക്കുന്നത്. മുത്തശ്ശിയെ കണ്ട ഉടനെ കമലമ്മ ഓടിപ്പോയിട്ട് അച്ഛമ്മ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന സമയത്തിന് എല്ലാവരും ഇങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരും. നന്ദിനെ കണ്ട ഉടനെ മുത്തശ്ശി പറഞ്ഞിട്ട്, എടോ താൻ കുറച്ച് തടിച്ചിട്ടുണ്ട്, ഭക്ഷണമൊക്കെ കുറച്ച് കഴിക്കണം, ഞാൻ കണ്ടില്ലേ ഇപ്പോഴും നല്ല സ്ലിം ബ്യൂട്ടി ആയിരിക്കുന്നത്. ശ്രീജ എപ്പോഴും ഇങ്ങനെ തന്നെയാ. എടാ വിശ്വം നീ എന്താ ഇപ്പോഴും 24 മണിക്കൂറും ഉറക്കം തന്നെയാണോ എന്നൊക്കെ ചോദിക്കും. എന്നാൽ ഇത് കേട്ട് ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കട്ടെ വിശ്വം. ആ സമയത്തിന് മുത്തശ്ശി വിനായകനോട് ചോദിക്കുന്നുണ്ട്, എടാ നീ എപ്പോഴും ഭാര്യയുടെ വാലിൽ തൂങ്ങി തന്നെയാണോ നടക്കുന്നത്? നിന്റെ ഭാര്യ പറയുന്നതാണല്ലോ നിനക്ക് എപ്പോഴും വേദവാക്യം എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നത് കേൾക്കുന്ന സമയത്തിന് നന്ദിനിക്ക് വല്ലാതെ അങ്ങ് ദേഷ്യം വരും. പക്ഷേ അച്ഛമ്മയുടെ മുന്നിൽ വെച്ച് ഒന്നും പറയാനാവാതെ അങ്ങനെ മിണ്ടാതെ നിൽക്കുമായിരിക്കട്ടോ നന്ദിനി. എന്നിട്ട് പറഞ്ഞിട്ട്, വാ വാ എല്ലാവരും അകത്തേക്ക് വാ, നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ചൊരു സെൽഫി എടുക്കാമെന്നൊക്കെ പറഞ്ഞങ്ങനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്തായിരിക്കട്ടോ അച്ഛമ്മ അങ്ങനെ വേദയെ കാണുന്നത്. അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, ഇവിടെ ലിസ്റ്റിൽ പെടാത്ത ഒരു പെണ്ണും കൂടി ഉണ്ടല്ലോ, ഇതാരാന്ന് ചോദിക്കാണ് വേദയെ കണ്ടിട്ട്. എന്നാൽ വേദയെ പരിചയപ്പെടുത്താൻ മടിച്ചുകൊണ്ട് തന്നെ കമലമ്മ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ആ സമയത്തിന് വിശ്വം പറയും, ഇത് വിക്രം ക്ഷേത്രത്തിൽ വെച്ച് കെട്ടിയതാണെന്ന് പറയും. അപ്പോഴേക്കും അമ്പലത്തിൽ വെച്ചോ, എന്താ സുധാകര ഞാൻ ഈ കേൾക്കുന്നത് എന്ന് ചോദിക്കാട്ടോ അച്ഛമ്മ. എന്നാൽ ഇത് കേട്ടുകൊണ്ട് തന്നെ കമലമ്മ പറയുന്നുണ്ട്, ഒരു ദിവസം വിക്രം അമ്പലത്തിൽ വെച്ച് താലി കെട്ടി കൊണ്ടുവന്നതാണ് വേദയെ. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് അച്ഛമ്മക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് പറഞ്ഞിട്ട്, മതി നിർത്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമായിരിക്കും. ആ സമയത്തിന് വിശ്വം പറയും, അച്ഛമ്മേ ഞങ്ങൾ ആരും മറന്നതല്ല, ഞങ്ങൾ ആരോടും പറയാതെയാണ് ഇവൻ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഇവളെ താലി കെട്ടി കൊണ്ടുവന്നത്. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് അച്ഛമ്മയുടെ മുഖഭാവമൊക്കെ മാറിക്കൊണ്ടതിന് അച്ഛമ്മ അങ്ങനെ സന്തോഷത്തിൽ ചിരിക്കാൻ തുടങ്ങും. എന്നിട്ട് മുത്തശ്ശി സന്തോഷത്തോടു കൂടെ കമലമ്മയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഓ അപ്പോ എന്റെ വിക്രം ഇവളെ സ്നേഹിച്ച് കെട്ടിക്കൊണ്ടുവന്നതാണല്ലേ? ഓ അങ്ങനെ വരട്ടെ, അങ്ങനെയൊക്കെയാണെങ്കിൽ ഇതാദ്യം നിന്നെ പറയണ്ടേ കമലം? അതാണ് ഞാൻ അറിയാതെ പോയത്. സുധാകരനാണെങ്കിൽ എന്നോടൊന്നും പറഞ്ഞതുമില്ല. അങ്ങനെ അച്ഛമ്മ വളരെയധികം ഇഷ്ടത്തോടു കൂടി വേദിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ടതിന് വേദിയുടെ കവളിൽ തൊട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മോളെ മോളുടെ പേരെന്താ? വേദ എന്ന് പറയുന്ന സമയത്തിന് നല്ല ചിരി. മോളിങ്ങ് അടുത്ത് വന്നേ. അങ്ങനെ വേദയെ അച്ഛമ്മ ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാവരും ചേർത്തിട്ട് അച്ഛമ്മ ഒരു സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. എന്നാൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് എന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കട്ടെ അച്ഛമ്മക്ക് വേദയോട് ഇത്രമാത്രം സ്നേഹം. നന്ദിനിയാണെങ്കിൽ അച്ഛമ്മ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം വലിയൊരു പൊട്ടിത്തെറിയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. കമലമ്മ പറഞ്ഞിട്ട്, അമ്മ ഇത്രത്തോളം യാത്രയ്ക്ക് ചെയ്തിട്ട് വന്നതല്ലേ, കുളിച്ചിട്ട് വന്നാൽ കാപ്പി എടുക്കാമായിരുന്നു എന്ന് പറയും. അപ്പോഴേക്കും അച്ഛമ്മ പറഞ്ഞിട്ട്, അതിനു മുൻപേ എനിക്ക് ആദ്യം എന്റെ വിക്രമിനെ എന്ന് കാണണം, അവൻ എവിടെയാ? എന്നോടൊന്നും പറയാതെ അവൻ എല്ലാം അങ്ങ് ഒപ്പിച്ച് വെച്ചിട്ട് എവിടെയാണ് ആ കള്ളൻ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ കമലമ്മ പറഞ്ഞിട്ട്, വിക്രം ഉറങ്ങുകയാണമ്മേ, അമ്മ കുളിച്ചിട്ട് വന്നോ? അപ്പോഴേക്കും ഞാൻ വിക്രമിനെ വിളിച്ചേക്കാമെന്നിങ്ങനെ കമലമ്മ പറയുന്ന സമയത്തിന് മുത്തശ്ശി ഏതായാലും കുളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. നന്ദിനി ഏതായാലും അച്ഛമ്മയുടെ പുറകെ പോകുന്ന സമയത്തിന് കമലമ്മ പുറകിൽ നിന്ന് വിളിച്ചുകൊണ്ട് തന്നെ നന്ദിനിയോട് പറയുന്നുണ്ട്, നീ എന്താണ് അച്ഛമ്മയോട് പറയാൻ പോയത് നന്ദിനി? അതെ, വിക്രമും വേദയും സ്നേഹിച്ച് കല്യാണം കഴിച്ചെന്നാ മുത്തശ്ശി ചിന്തിച്ചു വെച്ചേക്കുന്നത്. നീ ഏതായാലും ഇനി അതിനിടയിൽ കയറിയിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട, മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്? അതെ, ഇനി ഇതിനിടയ്ക്ക് നീ കയറിയിട്ട് ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നും മാറ്റി പറയണ്ട എന്നൊക്കെ പറഞ്ഞ് കമലമ്മ നല്ല ദേഷ്യത്തിൽ തന്നെ കണക്കിനങ്ങ് കൊടുക്കുന്നുണ്ട് നന്ദിനിക്ക്. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ വേദയും അവിടെ നിൽക്കുന്നുണ്ടാവും. എന്നാൽ നന്ദിനിക്ക് ദേഷ്യം വന്നിട്ട് അകത്തേക്ക് അങ്ങ് കയറി പോവാണ്. നന്ദിനി ഏതായാലും യാതൊരു കൂസലുമില്ലാതെ നേരെ അച്ഛമ്മയുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛമ്മക്ക് ഇഷ്ടായോ വിക്രം കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ പെണ്ണിനെ? അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, വിക്രം ഇഷ്ടമായത് കൊണ്ടാണല്ലോ അവൻ പ്രേമിച്ചിട്ട് അവളെ ഇങ്ങോട്ടേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ എനിക്കെന്താ ഇഷ്ടാവാത്തത്? അവൾ ഏതായാലും നല്ല സുന്ദരി കുട്ടിയാണ്, നിന്നെ പോലെയെന്നല്ല അവൾ ഇരിക്കുന്നത്. വിക്രമിന് ചേർന്നൊരു പെണ്ണാണത്, അവൾ നല്ല സുന്ദരി കുട്ടിയാണ്, രണ്ടുപേരും നല്ല ചേർച്ചയാണെന്നിങ്ങനെ മുത്തശ്ശി പറയുന്ന സമയത്തിന് നന്ദിനിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് അവിടെ നിന്നങ്ങ് പോകും. നന്ദിനി ഇങ്ങനെ ദേഷ്യപ്പെട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഓ ഇവരോടൊക്കെ സത്യം പറയാൻ പോയാൽ എന്നെ പറഞ്ഞാൽ മതി, ഏതായാലും ഇനി എനിക്കൊരു അവസരം കിട്ടുമല്ലോ, അപ്പോൾ സത്യമെല്ലാം തുറന്നു പറയാമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ദേഷ്യപ്പെട്ട് നിൽക്കുമായിരിക്കും നന്ദിനി.
ഇതേ സമയത്തിന് കമലമ്മ ശ്രീജിയോട് പറഞ്ഞിട്ട് നന്ദിനിയുടെ മേലെ എപ്പോഴും ഒരു കണ്ണ് വേണം. ഇനി അവള് വാ തോരാതെ അമ്മയോട് ഇനി എന്തൊക്കെയാണ് വിളിച്ചു പറയാന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ ഇതും കേട്ട് നന്ദിനി അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് നന്ദിനിയേട്ടത്തി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നന്ദിനിയേട്ടത്തി ഒരു പാവാണ് അല്ലേ നന്ദിനിയേട്ടത്തി എന്ന് ചോദിക്കും. അപ്പോഴേക്കും നന്ദിനി പറഞ്ഞിട്ട് അതെ നീ എന്നെ കൂടുതൽ അങ്ങ് സോപ്പിടൊന്നും വേണ്ട, ഒന്ന് പോടി എന്നൊക്കെ പറഞ്ഞങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് നന്ദിനി. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ കുളിയെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ അച്ചമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ അച്ചമ്മയെ ഒരിക്കലും പിണക്കരുത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ കമലമ്മ പോയിട്ട് മാഷോട് പറയുന്നുണ്ട്. അച്ചമ്മ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, വിക്രം സ്നേഹിച്ചിട്ടാണ് വേദമോളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് നിങ്ങളെ അമ്മ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ട് സുധാകരൻ മാഷ് പറയുന്നത് തൽക്കാലം അതുപോലെ തന്നെ ഇരിക്കട്ടെ, ഇനി നമ്മളായിട്ട് അത് തിരുത്താനൊന്നും പോവണ്ട. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അമ്മ അങ്ങ് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുമല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ആ കാര്യം അതുപോലെ തന്നെ ഇങ്ങ് ഇരിക്കട്ടെടോ എന്നൊക്കെ പറയും. അച്ഛമ്മ ഏതായാലും കുളിച്ച് അടുക്കളയിലേക്ക് വരുന്ന സമയത്തിന് വേദ ചോദിക്കുന്നുണ്ട് അച്ഛമ്മേ അച്ഛമ്മക്ക് ഞാൻ കാപ്പി എടുക്കട്ടെ എന്ന് ചോദിക്കുന്ന സമയത്തിന് മുത്തശ്ശി പറഞ്ഞിട്ട് അതെ എനിക്ക് എൻ്റെ വിക്രമിനെ ഒന്ന് കാണണം, അവൻ എവിടെയാ? എന്നാൽ വിക്രം കുളി കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവില്ല. അച്ഛമ്മ ഉമ്മറത്ത് വന്നിരിക്കുന്ന സമയത്തിന് സുധാകരൻ മാഷ് അവിടെ ചെടികൾക്കെല്ലാം വെള്ളം നനച്ചിട്ട് അവിടെ നിന്നങ്ങ് പോകും. ഈ സമയത്തിന് ശ്രീജയും വിഷുവും അവിടെ ഇരിക്കുന്നുണ്ടാവട്ടോ. അച്ഛമ്മ അങ്ങനെ ശ്രീജയെ നോക്കി പറഞ്ഞിട്ട് അതെ ഇന്ന് വൈകുന്നേരം മുതൽ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്, പറമ്പിലെല്ലാം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് നിന്റെ ഭർത്താവാണെന്ന് പറയും. എന്നാൽ പെട്ടെന്ന് അച്ഛമ്മ ഈ ഒരു കാര്യം പറയുന്ന സമയത്തിന് വിഷം ആകെ ഞെട്ടി നിൽക്കണം. എന്നിട്ട് വിഷം പയ്യെ പറയുന്നിട്ട് അയ്യോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയും. എന്നാൽ വിഷത്തിന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ഷീജ് അങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് ഒന്ന് മിണ്ടാതിരിക്കുമെന്ന് പറയും. പിന്നീട് അങ്ങനെ വേദ ഏതായാലും ഒരു ഗ്ലാസ് ചായയുമായിട്ട് വിക്രത്തിനെ വിളിക്കാൻ വേണ്ടിയിട്ട് വിക്രത്തിന്റെ ബെഡ്റൂമിൽ ചെന്ന് നോക്കുന്ന സമയത്തിന് വിക്രം നല്ല ഉറക്കത്തിലായിരിക്കും. വേദ ചെന്നിട്ട് വിക്രത്തിനെ ഇങ്ങനെ തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര ദേഷ്യത്തോടു കൂടിയായിരിക്കും വിക്രം എഴുന്നേറ്റ് ഇങ്ങനെ വേദയെ നോക്കുന്നത്. എന്നാൽ വിക്രത്തിന്റെ ആ ഒരു ദേഷ്യം കാണുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട് ഇന്നലത്തെ കാര്യം നിങ്ങൾ അങ്ങ് മറന്നേക്ക്, ദേ ഇന്നൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അല്ലെങ്കിൽ വേണ്ട, ഞാനായിട്ടത് പറയുന്നില്ല, നിങ്ങൾ തന്നെ അത് നേരിട്ട് കണ്ടാൽ മതി എന്നൊക്കെ പറയും. സർപ്രൈസ് കാണണമെങ്കിൽ നിങ്ങൾ ഒന്നിങ്ങോട്ടേക്ക് പുറത്തേക്ക് വാ എന്ന് പറയുന്ന സമയത്തിന് എന്തായിരിക്കും അത് എന്ന് ചോദിച്ചിട്ട് എന്താണെന്ന് ചോദിക്കാട്ടോ വിക്രം. അതെ ഞാനായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾ ഏതായാലും എഴുന്നേറ്റ് ഷർട്ടൊക്കെ എടുത്തിട്ട് ഒന്ന് പുറത്തേക്ക് വന്നേ, അപ്പോഴേക്കും നിങ്ങൾക്ക് ആ സർപ്രൈസ് കാണാമെന്ന് പറയുന്ന സമയത്ത് വിക്രം ഇങ്ങനെ പിറുപിറുന്നതിന് സംസാരിക്കുന്നുണ്ട്. ഓ പിന്നെ നീ പറയുമ്പോഴേക്കും ഞാൻ ഷർട്ട് എടുത്തിട്ടൊക്കെ വരാൻ നിൽക്കുമല്ലേ, ഒന്ന് പോടി അവിടുന്ന്, നീ ഇന്നലെ എന്നോട് കാണിച്ചതൊന്നും തന്നെ ഞാൻ മറന്നിട്ടില്ല, അതിനുള്ള പണി ഏതായാലും ഞാൻ നിനക്കിട്ട് തിരിച്ചു തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിക്രം ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. വേദ പറഞ്ഞിട്ട് അതെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഫോണിൽ തെളിവ് സഹിതമുണ്ട്, എനിക്കത് മാത്രം മതി, ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഈ വീട്ടിൽ അമ്മ മാത്രമല്ല അച്ഛനും എല്ലാ സത്യങ്ങളും തിരിച്ചറിയും, എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട് എന്ന കാര്യം നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ നന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ വേദ അവിടെ നിന്നങ്ങ് പോകുന്നത്. അപ്പോഴേക്കും ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുമായിരിക്കും വിക്രം. എന്നാലും വേദ പറഞ്ഞിരിക്കുന്ന ആ ഒരു സർപ്രൈസ് എന്തായിരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ കാപ്പി കുടിച്ചതിന് ശേഷം ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് തന്നെ വിക്രം ഇങ്ങനെ പുറത്തേക്ക് വരുന്ന നോക്കുന്ന സമയത്തായിരിക്കട്ടെ അവിടെ വെച്ചിട്ട് അച്ഛമ്മയെ കാണുന്നത്. അച്ഛമ്മയെ കണ്ടവുടനെ വിക്രത്തിന് ഭയങ്കര സന്തോഷമായിട്ട് അച്ഛമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ വരികയായിരിക്കും വിക്രം. എന്നാൽ വിക്രത്തിനെ കണ്ട സന്തോഷത്തിൽ അച്ഛമ്മ ഓടിപ്പോയിട്ട് വിക്രത്തിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അച്ഛമ്മയെ കണ്ട സന്തോഷത്തിൽ വിക്രം ഇങ്ങനെ അച്ഛമ്മയെ എടുത്തിട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് അച്ഛമ്മ പറഞ്ഞിട്ട് എടാ നീ എന്നൊന്ന് താഴെ ഇറക്കടാ. അച്ഛമ്മ എപ്പോഴാ വന്നത്, അച്ഛമ്മ വന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്നിങ്ങനെ പറയുന്ന സമയത്തിന് അച്ഛമ്മ പറയുന്നതിന് അട നീ എന്നോട് മിണ്ടട, എന്നാലും നീ എന്നോട് പോലും പറയാതെ രഹസ്യമായിട്ട് അങ്ങ് കല്യാണം കഴിച്ചുവല്ലേ, എന്താണെങ്കിലും സ്നേഹിച്ച പെണ്ണിനെ നീ കല്യാണം കഴിച്ചെങ്കിൽ നീ ആണടാ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് അച്ഛമ്മ ഭയങ്കര സന്തോഷത്തിലായിരിക്കട്ടോ. എന്നാൽ അച്ഛമ്മയുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന്റെ മുഖം അങ്ങ് മങ്ങുന്നുണ്ടെന്ന് മാത്രമല്ല വിക്രം ഭയങ്കര ദേഷ്യത്തോടു കൂടി വേദ ഇങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.